നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, എറണാകുളം ജില്ല ഉൾപ്പെടെ ചില ജില്ലകളിൽ സാമ്പത്തിക തട്ടിപ്പിൻ്റെ സാഹചര്യം ഒരുങ്ങുകയാണ്. നാഷണലിസ്റ്റ് ബാങ്കോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ബാങ്ക് അല്ലാതെ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെടരുത്, നിങ്ങളുടെ കാശ് പോകുന്നത് ആമുഖമായിട്ട് മുന്നറിയിപ്പ് വരാം. മറ്റൊന്ന്, എന്തൊക്കെ പറഞ്ഞാലും രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി. മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹം ചില പോരായ്മകൾ ഉണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. തവളയുടെ ഏരിയയാണ്, പാമ്പിൻ്റെ ഏരിയയാണ് തവള. തവളയെ രക്ഷിക്കുമ്പോൾ പാമ്പിന് ഇഷ്ടാവില്ല. പാമ്പ് തവളയേക്കാളൊക്കെ ശക്തരാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കൾ അങ്ങനെ ഈ ശക്തിയിൽ നിന്ന് അശക്തിനെ രക്ഷിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ പണി. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശക്തന്മാർ ഭരണകൂടത്തിന് എതിരായിരിക്കാം. എനിക്ക് എല്ലാ ഭരണകൂടവും അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എന്തുകൊട്ടെ കേരള മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ കുറച്ച് ഒരു സഭയുടെ ഒരു നേതാവ് നേരത്തെ പറഞ്ഞ് രണ്ടാമതൊരു വിമോചന സമരം വേണം. ഓക്കെ, അത് പിന്നെ സഹിക്കാം. മറ്റൊരു കന്യാസ്ത്രീ പറയുന്നു. ഇപ്പം സഭ പറയുന്ന ആ കന്യാസ്ത്രീയായിട്ട് സഭയായിട്ട് ബന്ധമില്ലെന്നാണ്. അതെല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. ആ കന്യാസ്ത്രീ 2020 ആളാണെന്ന് കേൾക്കുന്നത്. എന്താണെയോ, രാജീവ് ഗാന്ധിയെ ബോംബ് വെച്ച് തകർത്തുപോലെ പ്രസംഗമധ്യേ മുഖ്യമന്ത്രി തകർക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞത് ന്യായമാണ്. നമുക്ക് രാഷ്ട്രീയ വിരോധം ഉണ്ടാകും, സാമുദായിക വിരോധം ഉണ്ടാകും, വ്യക്തി വിരോധം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. എങ്കിലും ഭരിക്കുന്ന കക്ഷിയുടെ മുഖ്യമന്ത്രിയെ പരസ്യമായിട്ട് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഏത് കോണിൽ നിന്നാണ് വന്നത്? ക്രിസ്തീയ സഭയുടെ കോണിലാണ്. ഇത് ഇവിടുത്തെ ചില മുസ്ലിം തീവ്രവാദികൾ പറയും പോലെ ഒരു മുസ്ലിം നാമധാരിയുടെ കയ്യിൽ നിന്നാണ് ഈ വാക്ക് വന്നെങ്കിൽ ഈ ജയശങ്കർ ഉൾപ്പെടെ എല്ലാ കോമാളികളും എല്ലാ രാജ്യദ്രോഹികളും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചാനൽ വഴി ചർച്ച, സർക്കാരിൻ്റെ ഒരു വഴി. ഇതെന്തേ മിണ്ടാത്തത്? ഒരു കാര്യം പറയാം, ഞാൻ വീണ്ടും പറയണം, ഒരാൾ എല്ലാ കാലത്തേക്കും എല്ലാവരും കുറേ കാലത്തേക്ക് പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കാന്ന് വഞ്ചിക്കാന്ന് വിചാരിക്കണ്ട. അപ്പം ഈ സഭയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം മുസ്ലിം സമുദായത്തെ ഏതാണ്ട് അടിച്ച് തന്നെ ഇപ്പം കണ്ടില്ലേ, മുസ്ലിം ലീഗിന് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകളിൽ സീറ്റേ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കാൻ പറഞ്ഞില്ല, പക്ഷേ ഇവിടെ എത്തി കൊടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായം പെണുങ്ങുമെന്ന് പറയാൻ ചില എം പിമാർ പറയുന്നത്. ആ എം പിക്ക് ജയിക്കുന്നത് ആടെ കൂട്ടിയിട്ട് അറിയല്ലോ, എന്തുവാകട്ടെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ സഭയും സഭയെ നിയന്ത്രിക്കുന്നതിൽ കാസർഗോഡുകളൊക്കെ മനസ്സിലാക്കണം. നമ്മളൊക്കെ മരിച്ചു പോയി. ഒരു 2050 ആകുമ്പോഴേക്ക് ലോകത്തിൻ്റെ അവസ്ഥ. ഇപ്പം സഭയൊക്കെ എനിക്ക് സങ്കടം കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. സഭയൊക്കെ കെട്ടിപ്പുഴത്തിയ മണിമാളിക സൗധങ്ങളൊന്നും ആരും ഇല്ലാതെ അന്യാധീനപ്പെട്ടു പോകും. ഇപ്പം തന്നെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊന്നും ആൾക്കാരില്ല, പ്രത്യേകിച്ച് സമുദായം ആൾക്കാരില്ല. വയസ്സന്മാർ മാത്രമേ ഉള്ളൂ. അത് ഇത്ര 5-6 വർഷം കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ 10 വർഷം ഉണ്ടാവും. അതിപ്പോഴും ആരും ഇല്ലാതെ അന്യാധീനപ്പെട്ടു തുടങ്ങിയപ്പോഴേ ഇത് മൊത്തത്തിൽ ഒരു 2050 ആകുമ്പോഴേക്കും അന്യാധീനപ്പെട്ടു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ. ഇതൊരു മൊയ്തീൻ ഷാ ഗ്രൂപ്പ് എന്നല്ല, ലോക ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും പിന്നെ എന്യൂമറേഷൻ വിങ്ങിലെ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത്. അത് കാരണം അവർ തന്നെയാണ്, വേറെ ആരുമല്ല. മുസ്ലിമല്ല, ഹിന്ദുവല്ല, ഒന്നുമല്ല. ഒരു ജനസംഖ്യ വർദ്ധിപ്പിച്ചില്ല. കല്യാണം കഴിക്കാൻ ഡിലേ വരുന്നു, കല്യാണം കഴിക്കുന്നില്ല, കഴിച്ചതിൻ്റെ ഒരു പ്രസവം മാത്രം, അത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് തന്നെയല്ല. ഏതാണ്ട് ഇതുപോലെ 10% കൂടുതൽ സഭയിൽ അച്ഛനായിട്ട് കന്യാസ്ത്രീയായിട്ട് പോകണം. 10% അല്ല, അത് കൂടുതൽ തോന്നും. പക്ഷെ ഇവർക്കൊന്നും സന്താനം ഉണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ട്. അതൊക്കെ വംശം നിലനിൽക്കാതെ പോകില്ലേ? അപ്പോൾ ക്രിസ്ത്യൻ സമുദായം ചെയ്യേണ്ടത്, ഞാൻ സ്നേഹപൂർവ്വം നിങ്ങൾക്കാണ്, നിങ്ങൾ ഈ ലോകത്ത് കുറയുന്നതിൽ നമുക്ക് യാതൊരു സന്തോഷമില്ല, ഒരു സന്തോഷമില്ല.
പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞാടുകളോട് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭാവികളോട് അല്ലെങ്കിൽ ആ ഒരു പേരുണ്ട് അതിന്, കാരണം നിങ്ങൾ 2 കുട്ടികളെങ്കിലും മിനിമം വേണം പറഞ്ഞു. ഈ നമ്മളൊന്ന് നമുക്കൊന്ന് ആ പ്രത്യയശാസ്ത്രം ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞത്, പക്ഷെ തെറ്റാതെ മനസ്സിലായി ഞങ്ങൾ തിരുത്തി. നമുക്ക് 2 നമുക്ക് 3 എന്ന പ്രത്യയശാസ്ത്രം ഉണ്ടായി, അതും തെറ്റാണ്, അപകടമാണ്. പക്ഷെ നമുക്ക് 2 നമ്മൾ 2 നമുക്ക് 2, അതാണ് ഏതാണ്ട് ഒരു പരിധി ശരി. അതിൽ നിങ്ങൾ പ്രചരിപ്പിക്കുക. ഈ മുസ്ലിം വിരോധം പറഞ്ഞെടുക്കുന്ന നേരം കൊണ്ട് ഇപ്പോൾ കാസയൊക്കെ ഉണ്ടാക്കുന്ന മുസ്ലിം വിരോധം വരുന്നത്, അതുകൊണ്ടൊന്നും ക്രിസ്ത്യൻ സമുദായം വളരുന്നില്ല. എനിക്ക് കാസയോടും പ്രത്യേക, ഞാൻ പറയുന്നത് RSയോട് ഞങ്ങൾ പ്രത്യേക എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ കാസയോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. അത് നമ്മുടെ മനുഷ്യരാണ്, നമ്മുടെ ന്യൂനപക്ഷ സമുദായം നയിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാണ്, നിങ്ങൾ ഈ മുസ്ലിം വിരോധം മാറ്റിവെക്കുക, എന്നിട്ട് നിങ്ങളെ വംശം നിലനിർത്താൻ നോക്കുക. അതല്ലെങ്കിൽ 2050 ആകുമ്പോഴേക്കും ഈ പള്ളിയും ഈ സൗധങ്ങളിൽ പണി വഴിയുന്നല്ലേ. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എത്ര 1000 കോടിയുടെ പണിതിട്ടാണ് ഇന്ത്യ പോയി എടുത്താൽ അതിലൊന്നും ആളില്ല, അന്യാധീനപ്പെട്ടു പോകും. നമ്മളൊന്നും ഉണ്ടാവില്ല. 2050 ഇനി 25 വർഷമില്ലേ. ഈ 25 വർഷം ലോകത്ത് വളരെ നിർണായകമായ ടൈമാണ്. അത് ബുദ്ധിജീവികളും സയൻറ്റിസ്റ്റുകളും പറഞ്ഞു കഴിഞ്ഞു. അവിടെ ദയവ് ചെയ്ത് ഈ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ ആ ബുദ്ധി നിങ്ങളുടെ വംശം നിലനിർത്താനും വർദ്ധിപ്പിക്കാൻ നോക്ക്. ഒരു താക്കിയൊന്നുമല്ല, ചെറിയ ഉപദേശം മാത്രമാണ്. ഇത് വിഷയം അതല്ല. ഈ സംഭവം ഒരു മുസ്ലിമാണ്, മുസ്ലിം നാമധാരികളുടെ കയ്യിൽ നിന്നാണ് വന്നെങ്കിൽ ഈ പിണറായി സഖാവ് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ എത്ര മുദ്രാവാക്യങ്ങളും ജാഥകളും സമരങ്ങളും നയിക്കും. അതായത് തൃശ്ശൂർ ജില്ലയിലെ ഒരു മുസ്ലിം അധ്യാപിക സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, ഓണം ആഘോഷിക്കുന്നതിന് നിങ്ങൾ പ്രത്യേകം മുൻകൈ എടുക്കുന്നില്ല എന്നൊരു അറിയിപ്പ് അവരുടെ ഗ്രൂപ്പിൽ മാത്രം. അതിൻ്റെ പേരിൽ DYF ഉൾപ്പെടെ എത്രയോ സമരം നടത്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം നടത്തി. കളമശ്ശേരിയിലെ ആക്രമണം അത്. അപ്പം ഈ ഗവൺമെൻറ്റും മിഷറിയും കോടതിയും പത്രസ്ഥാപനവും എല്ലാം ഇങ്ങനെ ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ റബ്ബർ പന്ത് എത്ര കണ്ട് ആഞ്ഞടിക്കുന്നോ അത്ര ഉയർത്തിൽ പോകുന്ന പോലെ ആ സമുദായം വളരുള്ളൂ. അവിടെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടുന്ന ആദ്യമായിട്ട് നിങ്ങൾ ഈ സമുദായത്തെ എതിർക്കുന്ന ആദ്യമായിട്ട് നിർത്തുക. അത് സംഘപരിവാറായാലും വേണ്ടില്ല, ക്രിസ്ത്യാനി ആയാലും വേണ്ടില്ല, ഹിന്ദു ആയാലും വേണ്ടില്ല. നിങ്ങൾ ആദ്യമായിട്ട് ഈ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ആ പഠിച്ചോ നോക്കുന്ന വിദ്യ മാറ്റി വെച്ചിട്ട് അത് നിങ്ങൾ കൂടുതൽ കൈകാര്യം അവിടെ പോലൊക്കെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമുദായം തന്നെ നശിച്ചു പോയിക്കോളും. എനിക്കത് പറയാൻ കൊള്ളില്ല. എന്നാലും പക്ഷെ നിങ്ങൾ അവരെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അവരെന്തല്ല, ഏതൊരു പ്രസ്ഥാനത്ത് ഏതൊരു വ്യക്തിയെ നശിപ്പിക്കാൻ നോക്കിയാൽ അത് നശിപ്പിക്കുന്നതല്ല മാത്രമേ വളരെയുള്ളൂ. അതാണ് ലോകചരിത്രം പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ചൈനയെ നശിപ്പിക്കാൻ നോക്കി ഒറ്റപ്പെടുത്തി. ചൈന ഇപ്പോൾ ലോകത്ത് നമ്പർ അല്ലെങ്കിൽ 2-3 ആയില്ലേ, 3-ാം സ്ഥാനമായില്ലേ. മറിച്ച് ഇന്ന് കാണിക്കുമ്പോൾ ലിബറലൈസ് ചെയ്തെങ്കിൽ അത് ഇത്രയും വളരില്ലായിരുന്നു. പണ്ട് കമ്മ്യൂണിസ്റ്റ് മീശ വെച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പോലീസ് അല്ലേ, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് തകർന്നു പോയോ? ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ആവശ്യം അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. പിന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മുട്ടയെന്നൊക്കെ ചിലപ്പോൾ ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങൾക്ക് സഭ്യത വിട്ട് പറയാൻ പാടില്ല. മറ്റത് നല്ല മുട്ടയടിച്ച് മുട്ടയത് തെറ്റൊന്നുമില്ല, എങ്കിലും അതൊരു ഇതല്ല. മിസ്റ്റർ അരുൺകുമാർ, നിങ്ങൾ മാത്രമാണ് ബുദ്ധിജീവി എന്ന് വിചാരിക്കരുത്, നിങ്ങൾ മാത്രം പത്രപ്രവർത്തനം വിചാരിക്കരുത്. നിങ്ങൾ വരികൾക്കിടയിലൂടെ സംഭാഷണത്തിനിടയിലൂടെ തിരികേറ്റ ചില പദപ്രയോഗങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള സമുദായ ബുദ്ധിജീവികൾ മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാതെ കാരണം അറിയോ? മണ്ടന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് തമിഴൻ പറഞ്ഞ്, നിനക്ക് എന്തിനാ പണം, അതായത് നല്ലവന് എന്തിനാ പണം, കെട്ടവന് എന്തിനാ പണം എന്ന്. കെട്ടവൻ കഴിവില്ലാത്ത പണം കിട്ടിയ കാര്യമില്ല, നല്ലവന് പണം ഇല്ലെങ്കിൽ കാര്യം നടക്കും. അത് പറഞ്ഞ നിങ്ങളൊന്നും നന്നാക്കിയിട്ട് കാര്യമില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊക്കെ ആശയം തെറ്റാണ്. എങ്കിലും സൂക്ഷിക്കുക, നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ കുറിച്ച് ഇതുപോലെയുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരസ്യമായിട്ട് പറയുന്നതിൽ മിതത്വം പാലിക്കുന്നത് വിനീതമായി ഞാൻ നിങ്ങൾ കന്യാസ്ത്രീയായാലും സഭയായാലും ഞാനൊന്ന്
വിനയപൂർവ്വം അഭ്യർത്ഥിക്കണം, അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെയും പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും പറയേണ്ടി വരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധി പൊക്കി കുറേ പേര് നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പൊക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ടൊന്നും ഇന്നത്തെ രീതിയിൽ ഈ സംഘപരിവാറിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഒതുക്കാനോ അല്ലെങ്കിൽ ഇല്ലാന്ന് ചെയ്യാനും പാടില്ല. ഇന്നത്തെ കോൺഗ്രസ് കൊണ്ടേ സാധിക്കില്ല. നിങ്ങളിപ്പോൾ എന്താ നാളെ വ്യാഴാഴ്ചയല്ലേ? നാളെ വ്യാഴാഴ്ച ബീഹാറിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയാണ്. നിങ്ങൾ ഇലക്ഷന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തെരുവിലിറങ്ങണം, സമാധാനപരമായിട്ടല്ല, ഇപ്പോഴാണ് പ്രതിഷേധിക്കണ്ടോ? കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഒരു ശക്തമായ സഭ നടത്തിയിട്ടുണ്ടോ? കേന്ദ്രത്തിൽ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ശക്തമായ സഭ നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്നുമല്ല അതിൻ്റെ നിലവാരം. ഞാനൊരു കാര്യം പറയാം. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി 85 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന് യാതൊരു ആഗ്രഹവും ലോകത്തില്ല. എങ്കിലും ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി പൊരുതാൻ വേണ്ടി EVM-നെതിരെ ഒരു സമരം തുടങ്ങിയില്ലേ? രാഹുൽ ഗാന്ധിയുടെ മൂക്ക് താഴെയല്ലായിരുന്നോ? നിരന്തരമായിട്ട് ലക്ഷങ്ങൾ പങ്കെടുത്ത് എത്ര ദിവസം നടത്തി? കോൺഗ്രസ്സുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? തിരിഞ്ഞു നോക്കിയോ? എന്താണെന്ന് അന്വേഷിച്ചോ? അതാ നിങ്ങൾ അൺഫിറ്റാണ്. കോൺഗ്രസ് മൊത്തത്തിൽ അൺഫിറ്റാണ്. ഈ കാല് കുതികാല് വെട്ടും. ഇപ്പോൾ ശശി തരൂർ ഒരു വഴിക്ക്, മറ്റു വേറെ വഴിക്ക്. കോൺഗ്രസ് പിരിച്ചുവിട്ട് BJP വെച്ചുണ്ടാക്കി എല്ലാവരും ചേർത്ത് ഒരു പ്രസ്ഥാനമുണ്ടാക്കി അതിൽ ഒരാൾ നേതൃത്വം വഹിക്കാതെ യാതൊരു സ്ഥാനവും ഏൽക്കാതെ യാതൊരു ആഗ്രഹമില്ലാതെ മുന്നോട്ട് പോവുകയും BJP വെച്ചിൽ എല്ലാവരും ചേർക്കുകയും അതൊരു പ്രസ്ഥാനമായി വളർത്തി ആ പ്രസ്ഥാനം വളർന്ന് കഴിഞ്ഞാൽ മാത്രമേ BJP ഒതുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ സവർണ ഫാസിസത്തെ എതിർക്കാൻ പറ്റുള്ളൂ. അതൊന്നും ചിന്തയില്ല, കോൺഗ്രസ് നേതാക്കൾക്കില്ല. ഇന്നലെ ഞാൻ പല കാര്യം പറഞ്ഞു. ആൾക്കാർക്ക് കേട്ടിട്ട് അത്ഭുതപ്പെട്ടുവാണ്. നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ബുദ്ധി രാഷ്ട്രീയന്മാർ, ഫിലോസഫിസ്റ്റുകൾ, സയൻറ്റിസ്റ്റുകൾ, നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാരെല്ലാം റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കത്തൊക്കെ അത് എൻ്റെ വായ്പ വരുന്നുള്ളൂ. കോൺഗ്രസ് സാധിക്കില്ല പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ വധേരയാണ് ഇപ്പോൾ നേരത്തെ എടുക്കാൻ പോകുന്നത്. വധേര ഏറ്റെടുത്താൽ എന്തെങ്കിലും സംഭവിക്കും നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വച്ച് പോയാൽ സംഘപരിവാർ അല്ലെങ്കിൽ സവർണ ഫാസിസ്റ്റുകൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യം നടത്താം. യന്ത്രം നടത്താൻ എല്ലാവരുടെ കയ്യിലായില്ലോ, ഒന്നും മാറ്റാനില്ല. അതിനൊക്കെ അടിസ്ഥാനപരമായ കാരണം ബുദ്ധിയില്ലാത്ത, രാഷ്ട്രീയ പക്വതയില്ലാത്ത, രാഷ്ട്ര മീമാംസകനല്ലാത്ത ഈ നേതാക്കൾ നയിച്ചിട്ടാണ്. ഞാൻ അസനെ പോലുള്ളൊരു ഒരിക്കലും പറയട്ടെ കോൺഗ്രസ് നേതാക്കളോട്, അല്ലെങ്കിൽ മറ്റെല്ലാ മുസ്ലിം കോൺഗ്രസ് നേതാക്കളോട്, എടോ സമുദായത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചേൽക്കാൻ പറ്റില്ല. നിങ്ങൾ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാക്കാൻ നോക്കും, അതൊരു കാര്യമില്ല. കാരണം അറിയോ, കാമുകന്മാർ ഭാര്യമാർ പലരും വന്നും ഒരു ആപത്ത് വരുമ്പോൾ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ കാമുകരാരും ഉണ്ടാവില്ല. അതുപോലെയാണ് പഞ്ചാര വാക്കുകളിനൊക്കെ കാമുകന്മാർ വല്ലതും ഉണ്ടാവും. ഒരു ആപത്ത് വന്നാൽ പാവം ഭർത്താവിന് വേണം. അതുപോലെയാണ് നിങ്ങളുടെ സമുദായത്തിലെ നിങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് രക്ഷപ്പെടില്ല. മനസ്സിലായില്ലേ? അത് മരിച്ചു രാജീവ് ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആണെങ്കിലും നിങ്ങളുടെ സമുദായത്തിൽ, സമൂഹമല്ല നിങ്ങളുടെ സമുദായത്തിൽ അംഗീകാരവും സ്ഥാനവും വേണം. അതല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പ്രയാസമാണ്. നമ്മുടെ മസലയ്ക്ക് ഉദാഹരണം പറഞ്ഞല്ലേ, മുസ്ലിം സമുദായമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതായത് കുഞ്ഞാക്കായൊക്കെ അല്ല, KM മാണിയൊക്കെ ഉമ്മൻചാണ്ടിയല്ല, അവരെന്തൊക്കെ പുരസ്കാരം പറഞ്ഞാലും ദേശീയത പറഞ്ഞാലും അവരവരുടെ സമുദായത്തിലെ നില ക്ലിയറാക്കിയിട്ടുണ്ട്. കുഞ്ഞാക്കായ പോയിട്ടുണ്ട്, അവർക്കുണ്ടോ? അസനുണ്ടോ? മുസ്ലിം സമുദായമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ കോൺഗ്രസ് പറയുന്നതല്ലേ, കോൺഗ്രസ്സിലെ എല്ലാവർക്കും പാരമ്പര്യമായിട്ട് കിട്ടാണ്. അച്ഛൻ മരിച്ച മകൾ വെച്ച ഭാര്യ അങ്ങനെയാണ്. എന്നാൽ ഈ MI ഷാനവാസിൻ്റെ സാധാരണ മരിച്ചല്ലോ, പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആളാണ്, പാർട്ടിക്ക് വേണ്ടി മരിച്ച ആളാണ്, അത്ര വാശി പിടിച്ച ആൾക്കാരാണ്. അതിനെക്കുറിച്ച് ആരും പെടുന്നില്ല. ആ കുടുംബത്തിൽ ഒരാൾക്ക് കൊടുക്കും പറയുന്നത് ആരെങ്കിലും പറയുന്നുണ്ടോ? വേണ്ട. ഇനി മുസ്ലിം സമുദായത്തിൽ ആര്യാട് മുമ്പ് അങ്ങനെ എങ്ങനെ വ്യക്തിപ്പോയി, അതിലെ അൻവർ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും ചാൻസ് കിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അൻവർ വന്ന് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അങ്ങനെ വന്നത്. വേറെ ഏത് ചില കൊടുക്കുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കോൺഗ്രസിൻ്റെ ഈ മുസ്ലിം സമുദായത്തിലെ അവഗണന
പാലുവലി യൂജത്തേരിയ പണ്ടൊക്കെ ഒരു മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ആ ചെയർമാൻ്റെ പേരിൽ ആലുവ മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് സ്മാരകമാക്കി. ഇവിടെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനിയെ കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തോ, ക്രിസ്ത്യാനിയെ കോൺഗ്രസ് എതിർത്തോ, ആരും എതിർത്തില്ല. ആയിക്കോട്ടെ, ഒരു നാളെ ഈ സെക്രട്ടേറിയറ്റ് EMS മെമ്മോറിയലാക്കി എന്ത് ചെയ്യും? ഒരു ടൗൺ ഹാളിൽ പേരിടുമ്പോഴല്ല, ഒരു സിവിൽ സർവീസിൻ്റെ പേര്, സിവിൽ സ്റ്റേഷൻ്റെ പേരൊക്കെ ഒരു പാർട്ടിയുടെ പേരിടാം, പാർട്ടി നേതാവിൻ്റെ പേരിടാം. ആർക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എത്ര വർഷമായത്? എന്നാൽ അതേ മണ്ഡലത്തിൽ അതേ സ്ഥാനത്ത് ലക്ഷക്കണക്കിന് മുടക്കി സമ്പത്ത് മുഴുവൻ കളഞ്ഞ് ബാബു സാഹിബുണ്ട്. ആരാണ്? KPCCയുടെ പ്രസിഡന്റ്. ആദ്യത്തേത് അവസാനിച്ചതും അതിനുമ്പായിട്ട് അബ്ദുറഹ്മാൻ സാഹിബൊക്കെ ഉണ്ടായിരുന്നു. അബ്ദുൽ സാഹിബിനൊക്കെ എങ്ങനെയാണ് തകർച്ചയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചരിത്രം പഠിച്ചറിയാം. ആ ബാബു സാഹിബ് ഒരു ബെസ്റ്റ് പോലും ഉണ്ടായിട്ടുണ്ട്. ഒരു ബെസ്റ്റ് പോലും ഈ കോൺഗ്രസ്സുകാരൻ. ഇവിടെ പ്രേം നസീറിന് അന്ത്യകാലം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അദ്ദേഹം അൾസർ രോഗമെന്ന് മരിച്ചില്ല. ഒരു ബെസ്റ്റ് പോലും കോൺഗ്രസിനായി കൊടുക്കുക. TK മൈദ്രസ് TH പുസ്തകം ഇപ്പം മരിച്ചിട്ട് അത് കാലമായിട്ടില്ല. ഇവർക്ക് ആരെങ്കിലും മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും നേതാവിൻ്റെ പേരിൽ ഈ കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും സ്മാരം ഉണ്ടാക്കി പറഞ്ഞോ? വേണ്ട. വൈക്കം മുഹമ്മദ് ബഷീറിന് മേനകയുടെ പേര്, മേനക ജെട്ടിയുടെ പേര് വൈക്കം ബഷീറിന് വേഴാൻ ഞങ്ങൾക്ക് ഒരുപാട് ശ്രമം നടത്തി. അതുകൊണ്ട് ആ പേര് ഇട്ടില്ല. ആ പേര് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നത് VV രാജ്മോഹൻ തമ്പി IAS ആണ്. അദ്ദേഹം ബന്ദ് പ്രഖ്യാപിച്ച് അതോടെ ബന്ധേ നിർത്തി ഇന്നോയി. അദ്ദേഹം പറയാ അദ്ദേഹം ചെറിയ പാർട്ടിയാണ്, അദ്ദേഹം കേരളത്തിൽ ബന്ദ് പ്രഖ്യാപിച്ച അവരെ പോവും. അതോടെ ബന്ധേ നിരോധിച്ചു. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിടണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നീതി വേണ്ടതാണ്. നീതിക്ക് വേണ്ടി പറഞ്ഞല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കല്ല. വൈക്കം മുഹമ്മദ് ബഷീർ എന്തായാലും പോരെ, വിശ്വ സാഹിത്യകാരനല്ലേ. എന്നിട്ട് വൈക്കം പോറ്റിയായിട്ട് പേരാൻ പറഞ്ഞിട്ട് അദ്ദേഹം വർഷങ്ങളോട് ജനിച്ച് വളർന്ന സ്ഥലം, വർഷങ്ങൾ താമസം ജീവിച്ച ആളാണ്. ആ സ്ഥലമാണ് ഈ മേനകാലി പോറ്റിയായിട്ട് കൊടുത്തില്ല. അതാണ് സംഗതി. ഏതെങ്കിലും സ്മാരകം ഇവിടെ ദളിതുകൾ നിങ്ങൾ മനസ്സിലാക്കണ, കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് മുസ്ലിങ്ങളും അല്ലാത്ത മുസ്ലിങ്ങളും പിന്നെ മറ്റ് അമുസ്ലിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇവിടെ ദളിതിന് വേണ്ടി വോട്ടിയിട്ട ഭാഗത്ത് 1-2 ഏക്കറായിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഒരു മുസ്ലിം നേതാവിൻ്റെ പേര് 1 ഇഞ്ച് സ്ഥലം, 1 സെന്റ് സ്ഥലവും എന്തൊരു സ്മാരകമോ ഈ കൊച്ചി കോർപ്പറേഷനിൽ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നിരന്തരം സഞ്ചരിക്കുന്ന ആളാണ്. കേരളത്തിൻ്റെ മുക്കും പോലും എൻ്റെ പാദസ്പർശം ഏൽക്കാത്ത ഒരൊറ്റ പഞ്ചായത്ത് പോലും ഇല്ല. ഒരു വാർഡ് പോലും ഇല്ലത്. അത്ര കണ്ട് 10 വർഷമായിട്ട് സഞ്ചാരവും പഠനമൊക്കെ ആയിരുന്നു. പക്ഷേ കൊച്ചി കോർപ്പറേഷനുള്ളിൽ അങ്ങനെ ഒരു മുസ്ലിം നാമതായിട്ട് പേര് കൊച്ചിൻ മാഷ് ഉണ്ടായില്ല. കൊച്ചിൻ മാഷ് ആദ്യത്തെ മേയറാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അത് ശേഷാദ്രിയാണ് പറഞ്ഞത്. പക്ഷെ ആദ്യത്തെ ആരോ ആണ് ഉള്ളി മേയറോ അല്ലെങ്കിൽ എന്താണ് ഉള്ള പേരിൽ ഒരു റോഡുണ്ടോ എനിക്കറിയില്ല. ഒരു സ്ഥാപനമുണ്ടോ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലേ ലക്ഷങ്ങൾ കൊടുക്കി? അവിടെ ഒന്നും മിണ്ടില്ല. അത് മിണ്ടാത്ത കാരണം ഇത് കോട്ടയം ജില്ല ഒരു MP പറഞ്ഞത് മുസ്ലിം ലീഗിന് സീറ്റ് കൊടുത്താൽ അത് അവർക്ക് ഇഷ്ടാവില്ല. ആർക്കാണ് ഇഷ്ടാവാത്ത? ഭൂരിപക്ഷ സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും ഇഷ്ടാവില്ല എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ലീഗുകാർ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്? ഇതാണ് അവസ്ഥ. എല്ലാ നിലക്കും ഒതുക്കുക. എത്രയ്ക്ക് ഒതുക്കിയാലും കാലം തെളിയിക്കും ഈ സമുദായം ലോകത്ത് 1-ാം സ്ഥാനത്തെത്തും. അത് ആ സമുദായത്തിൻ്റെ ഗുണം അവരുടെ കഴിവോ ഞാൻ പറയില്ല. അത് ലോകനീതി ദൈവ നിശ്ചയമാണ്. ഇന്നൊരു വാർത്ത കേട്ടു, അത് ശരിയെന്ന് എനിക്കറിയില്ല. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഇന്നെ ഒരു കാര്യം പറഞ്ഞു, പലസ്തീൻ വേണ്ടി വാദിച്ചാൽ അല്ലെങ്കിൽ ഹമാസ് വേണ്ടി വാദിച്ചാൽ അവരെല്ലാം നോട്ടപ്പുള്ളിയാക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാദിക്കൊന്നുമില്ല. പക്ഷേ ഈ ഇസ്രായേലിൽ ചില മേഖലകളിൽ കുളിമുറിയിലും ഭക്ഷണപാത്രത്തിലും എല്ലാം പാമ്പ് ചെയ്തു അങ്ങനെ അവർ വളരെ പേടിച്ച് കഴിയുകയാണ്. എവിടെ നോക്കിയാലും പാമ്പാണ് എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ദൈവശാപമായിരിക്കും. കാരണം ഇതുമാത്രം കുഞ്ഞുങ്ങളെ കരുതിക്കുട്ടി കൊന്നു കളയുമ്പോഴേ ലോകത്ത് നീതി ഉണ്ടാവണമല്ലോ. അത് മനസ്സിലായി, നീതി ഉണ്ടാവണം. അങ്ങനെ ചെയ്ത എല്ലാവരും ഈ ലോകത്ത് വെച്ച് തന്നെ അവർ അന്ത്യം ഭയാനകവും ഭീവത്സമായിരുന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു സ്നേഹത്തിൻ്റെ പാട്ട്.
സൗഹാർദ്ദത്തിൻ്റെ ഭാഷയാണ്, നീതിയുടെ ഭാഷയാണ്. അങ്ങനെ ചെയ്യണം. ആരും എതിർക്കാത്ത ഒരു സമതുലിതാവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഞങ്ങൾ ഭാവിയെ കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ലോകത്ത് യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിൻ്റെ ഒരു 10,000-1 ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമി പണ്ടേ സ്വർഗമായേനെ. നിങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ഗസായി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദുരിതത്തിന് വേണ്ടി ഇസ്രായേൽ അമേരിക്കൻ സാഹചര്യം എത്ര ലക്ഷം കോടി ഡോളർ കത്തി കളഞ്ഞു. ഒരു വിമാനത്തിൽ എത്ര ആയിരം കോടി ഡോളറാണ് വിലയുള്ളത്. ആ പണം ഉണ്ടായതെങ്കിൽ 2 ഇസ്രായേൽ ലോകത്തെ രാജ്യം വാങ്ങിക്കാറുണ്ട്. ഇസ്രായേലിന് വേണ്ടി രണ്ട് ഇസ്രായേൽ രാജ്യം വാങ്ങിക്കാറുണ്ട്. എന്ത് നേടി എന്നിട്ട് 1 ലക്ഷം പേരെ കൊല്ലാൻ പറ്റി, പോലെ തകർക്കാൻ പറ്റി. അതുകൊണ്ട് ഇസ്രായേൽ നേടിയോ അല്ലെങ്കിൽ നേടിയോ. അപ്പോൾ ഏത് നീതിയില്ലാത്ത പ്രവൃത്തി നമ്മൾ ആർക്ക് എന്തും ചെയ്യാം, ആദ്യം എന്ത് തെറ്റും ചെയ്യാം. പക്ഷേ അതിന് ന്യായീകനുണ്ടായിരിക്കണം. ആ ന്യായീകനില്ലാത്ത തെറ്റ് ഇസ്രായേലല്ല, നീ മൊയ്തീൻ ഷാ അല്ല, മോഡിജിയല്ല, ആര് ചെയ്താലും ശരിയല്ല എന്നാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് സംഗതി. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടും ഇപ്പോഴും 5-6 പ്രാവശ്യം ഞാൻ എറണാകുളത്ത് കോർപ്പറേഷൻ അതിർത്തിയിൽ മത്സരമൊക്കെ 4-5 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ആൾക്കാരാണ്. ജയിക്കുവേണ്ട മകൻ മുതൽ അങ്ങോട്ട് വൈകൽ 4-5 പ്രാവശ്യം 3-4 പ്രാവശ്യം ഉണ്ട്. ഒരു മാറ്റം വന്നില്ല. പുതിയതായിട്ട് ഒരാൾ പോലും ദീപ്തിമേരി എത്ര ആളെ വർഷം തുടങ്ങിയിട്ട് പുതിയതായിട്ട് ഒരാൾ പോലും നമ്മൾ കാണുന്നില്ല. ഒരു ജാതിയിൽപ്പെട്ടത് ആ പഴയ ആൾക്കൊക്കെ കിട്ടുമോ? കണ്ട് മടുത്ത പഴയ മുഖമാണ്. പുതിയ മുഖം ഒന്നും അവസരം കൊടുക്കുന്നില്ല. ഇങ്ങനെ നിങ്ങൾ എത്ര കാലം പിടിച്ചു നിൽക്കും? എത്ര കാലം പിടിച്ചു നിൽക്കാനെ? കോൺഗ്രസ്സോടെ ചോദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. അവർ 2 പ്രാവശ്യത്തിനുള്ളിൽ ജയിച്ചവർക്ക് പിന്നെ കൊടുക്കുന്നില്ല. അത് ഏതാണ്ട് ഒരു പരിധി വരെയെങ്കിലും ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലും അങ്ങനെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മുഴുവൻ ശരിയല്ലെങ്കിലും. പിന്നെ മറ്റൊരു വഞ്ചന എന്ന് പറഞ്ഞാൽ, ആ മുന്നണിയിൽ നിന്ന് ഇത്രയും കാലം ആനുകൂല്യവും അഴിമതി ചെയ്ത് പണം ഉണ്ടാക്കിയിട്ട് സീറ്റ് കിട്ടാനും നേരെ ഇപ്പുറത്തേക്ക് ചാടുകയും ഇപ്പുറത്തോട് പോയി ക്ഷണിക്കുകയും ചെയ്ത് അവർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വാസ്തവം പറഞ്ഞാൽ തന്തയില്ലായ്മയല്ലേ? അത് ഇത്രയും കാലം ആ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവസരം കുറയുമല്ലോ മറ്റോട് വരുമ്പോഴേ. അപ്പോൾ BJP ഇടയിലത് ഏതെങ്കിലും പാർട്ടി തോന്നിട്ട് കേരളത്തിൽ തന്നെ പുതിയതായിട്ട് വരുന്ന കോടീശ്വരന്മാർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ എത്ര പേര് കണ്ണീര് കൈയായിട്ടിരുന്നവരോ കേരളത്തിൽ പോലും BJPയിൽ. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുലെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിക്കൊണ്ടാണ് അവർ ഇതിൽ വന്നത്. അങ്ങനെ നിസ്വാർത്ഥ സേവത എനിക്കറിയാവുന്ന പലരും ഇപ്പം മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വാഴക്കുളം പഞ്ചായത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു സത്യമുണ്ട്. ജന്മന RSSഉം BJP ആയിരുന്നു. അതൊന്നും ഒരു നെല്ല് എത്താതെ അവസാനം 10-60 പൈസ ഇപ്പോൾ പ്രഷർ, ഷുഗറോ ഹാർട്ട് അറ്റാക്കോ മരിച്ചു. കാരണം ഈ ടെൻഷനൊക്കെ അല്ലേ. അപ്പോൾ 20, 30, 40 കൊല്ലം പ്രവർത്തിച്ചവർക്ക് അവസരം കൊടുക്കാതെ ഇന്നലെ വന്ന പണക്കാർ. ഇത് ഞാൻ ഒരു കാര്യം നൃത്തമാണ്. ഇത് നിങ്ങൾ നോക്കി, ഈ തവണത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ സ്ഥാനാർത്ഥി പരിശോധിച്ച് നോക്ക്. എല്ലാം കോടീശ്വരൻ, ലക്ഷമല്ല കോടീശ്വരന്മാരാ. അല്ല പറ്റില്ല. 50, 60, 80 ലക്ഷം കൊടുക്കും. 1 കോടിയെ കൊടുത്ത് സീറ്റ് വാങ്ങിക്കുന്നു. പിന്നെ 1 കോടി പ്രചരണത്തിന് കൊടുക്കും. 2 കോടി കൊടുത്ത് ഇവരൊക്കെ ജയിച്ചു വന്നാൽ ജനങ്ങൾ സഹായിക്കുമോ? അതേ പണം കൊടുക്കുമ്പോൾ ഇവരെ ഉണ്ടാക്കാൻ നോക്കുമോ? അത് കൂട്ടിരിക്കുന്ന നേതാക്കളും എല്ലാ പാർട്ടിയും, ഒരു പാർട്ടി വ്യത്യസ്ത ഇതിനൊക്കെ ഉപബലകരമായിട്ട് ഈ നിലവിലുള്ള മുന്നണിയുടെ ജനാധിപത്യ മര്യാദ കാണിക്കാത്തതിൻ്റെ പേരിൽ പരസ്പര ധാരണയും പരസ്പര പ്രതിപക്ഷ ബഹുമാനവും കാണിക്കാതെ അധികാരത്തിന് വേണ്ടി ഒതികാൽ വിട്ടും എന്തും നെറികേടും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് ഞങ്ങൾ കോർപ്പറേഷനിൽ ഞാനല്ല, എൻ്റെ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മത്സരിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി മത്സരിക്കുള്ള സപ്പോർട്ട് ചെയ്ത് മത്സരിക്കുന്ന 3-4 സ്ഥാനാർത്ഥികൾ. അപ്പോൾ അവർക്ക് നാളെ പത്രസമ്മേളനമൊക്കെ വരും. അപ്പോൾ അവർക്ക് നിങ്ങൾ എല്ലാവിധ സഹായ സഹകരണം ചെയ്ത് അകലെ കാണുന്ന ഒരു വെള്ളി രേഖ, കറുത്ത യുഗത്തിൽ, അന്ധകാര യുഗത്തിൽ ഒരു വെള്ളി രേഖ അകലെ കാണും. ആ വെള്ളി രേഖ അടുപ്പിക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്ത് എല്ലാവർക്കും തുല്യനീതി ലഭിക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.